Life is really a waiting and expectation. Here we are discussing such a topic missed by M.T. വാസുദേവൻ നായർ. പ്രശസ്ത മലയാളി എഴുത്തുകാരൻ M.T. വാസുദേവൻ നായരുടെ മഞ്ഞ് എന്ന കൃതിയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് മിസ്റ്റ്. ഈ കൃതിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. Here it is the English translation of the Malayalam work മഞ്ഞ്. മഞ്ഞ് എന്ന കൃതിയാണ് അദ്ദേഹം മലയാളത്തിൽ എഴുതിയ മഞ്ഞ് എന്ന കൃതിയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ്. ആൻഡ് M.T. വാസുദേവൻ നായർ, ഹിസ് ഫുൾ നെയിം ഇസ് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. അദ്ദേഹം ഹിസ് എ ഫേമസ് സ്ക്രീൻ റൈറ്റർ, ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആൻഡ് നോവലിസ്റ്റ്. വളരെ പ്രശസ്തനായ തിരക്കഥാകൃത്താണ്. അതേപോലെ തന്നെ ചെറുകഥാ രചയിതാവ്, നോവൽ എഴുത്തുകാരൻ തുടങ്ങിയ നിലകളിലൊക്കെ പ്രശസ്തനായ വ്യക്തിയാണ് M.T. വാസുദേവൻ നായർ. അദ്ദേഹത്തിൻ്റെ കൃതികളിൽ പലപ്പോഴും നമുക്ക് നിരവധി കഥാപാത്രങ്ങൾ, ശ്രദ്ധേയമായിട്ടുള്ള കഥാപാത്രങ്ങളെ കാണാൻ സാധിക്കും. അതായത് അതിൽ ഏറ്റവും പ്രശസ്തമായ കൃതികളാണ് രണ്ടാമൂഴം, അതേപോലെ നാലുകെട്ട്. ഹിസ് ഫേമസ് വർക്ക്സ് ആർ രണ്ടാമൂഴം, നാലുകെട്ട് എക്സെട്ര. രണ്ടാമൂഴം, നാലുകെട്ട് തുടങ്ങിയ കൃതികൾ അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തങ്ങളായ കൃതികളാണ്. ആൻഡ് ഹിയർ ദിസ് story മിസ്റ്റ് ക്യാൻ ബി കൺസിഡർ ആസ് എ ഷോർട്ട് സ്റ്റോറി ഓർ എ നോവല്ല. ഈ മിസ്റ്റ് അല്ലെങ്കിൽ മഞ്ഞ് എന്ന ഈ കൃതിയെ ഒരു നോവലായിട്ടോ അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റോറി ആയിട്ടോ നമുക്ക് കണക്കാക്കാം. നോവല മീൻസ് ഇറ്റ് ഈസ് നോട്ട് ആസ് ലെങ്തി ആസ് എ നോവൽ. ഒരു നോവലിൻ്റെ അത്ര വലിപ്പമില്ലാത്ത എന്നാൽ ഷോർട്ട് സ്റ്റോറിയേക്കാൾ കൂടുതൽ വലിപ്പമുള്ള കൃതിക്കാണ് നോവൽ എന്നറിയപ്പെടുന്നത്. And it revolves on the theme of anticipation and how it shapes human emotion and experience. പ്രതീക്ഷ അല്ലെങ്കിൽ കാത്തിരിപ്പിലാണ് ഈ ഒരു ഇതിവൃത്തമായിട്ട് വരുന്നത്. ഈ കൃതിയുടെ ഇതിവൃത്തം കാത്തിരിപ്പാണ്. അതെങ്ങനെയാണ് മനുഷ്യൻ്റെ അനുഭവങ്ങളെയും അതേപോലെ തന്നെ നമ്മളുടെ വികാരങ്ങളെയൊക്കെ ഈ ഒരു കാത്തിരിപ്പ് സ്വാധീനിക്കുന്നത് എന്നത് ഈ കൃതിയിൽ വ്യക്തമായിട്ട് വിവരിക്കുന്നു. And the story has three central characters, Vimala Devi, Buddhu the boatman and സർദാർജി. ഈ കൃതിയിൽ മൂന്ന് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ്. ഒന്ന് വിമലാ ദേവി, രണ്ടാമത്തേത് ബുദ്ധു എന്ന ബോട്ട്മാനാണ്, കടത്തുകാരനാണ്. മൂന്നാമത്തെ ആൾ ഒരു സർദാർജിയാണ്. ആൻഡ് their lives are bound by hope, memory and the passage of time. ഇവരുടെ മൂന്ന് പേരുടെയും ജീവിതത്തിലുള്ള കാത്തിരിപ്പാണ് ഈ കഥയുടെ ഇതിവൃത്തം. ആൻഡ് വിമലാ ദേവി ഈസ് ദി പ്രൊട്ടഗണിസ്റ്റ് ഓഫ് ദി സ്റ്റോറി. ഈ കഥയിലെ മെയിൻ കഥാപാത്രം വിമലാ ദേവിയാണ്. ആൻഡ് ഷീ ഈസ് ദ ഓൺലി ഹീറോയിൻ പ്രൊട്ടഗണിസ്റ്റ് എമംഗ് M.T.'s ക്യാരക്ടേഴ്സ്. M.T.'യുടെ നായിക ആയിട്ടുള്ള പ്രോട്ടഗോണിസ്റ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ ഏക കഥാപാത്രമാണ് വിമലാ ദേവി. ആൻഡ് ഷീ ഈസ് എ റെസിഡൻറ്റ് ട്യൂട്ടർ അറ്റ് എ ഗേൾസ് ബോർഡിംഗ് സ്കൂൾ ഇൻ ദി കുമയൂൺ ഹിൽസ്. കുമയൂൺ ഹിൽസിലെ ഒരു റെസിഡൻറ്റ് സ്കൂളിൽ, ഗേൾസ് ബോർഡിംഗ് സ്കൂളാണ്, അവിടുത്തെ ഒരു ട്യൂട്ടറാണ്, 31 വയസ്സുള്ള ഒരു ട്യൂട്ടറാണ് വിമലാ ദേവി. ആൻഡ് സമ്മർ വെക്കേഷൻ സ്റ്റാർട്ട്സ് ആൻഡ് സോ ദ സ്കൂൾ ബിക്കെയിം എംപ്റ്റി. ആ സ്കൂളിൽ സമ്മർ വെക്കേഷൻ തുടങ്ങുന്നു. അങ്ങനെ കുട്ടികളൊക്കെ വീട്ടിൽ പോയിട്ട് ആ സ്കൂളിൽ ആരുമില്ലാത്ത ഒരവസ്ഥയിലെത്തുന്നു. ആൻഡ് ഷീ ബിഗാൻ ടു ഇമേഴ്സ് ഇൻ ഹെർ മെമ്മറീസ്. അങ്ങനെ കുട്ടികളൊക്കെ അവിടെ വിട്ടു പോകുന്നു. വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വിമലാ ദേവി അവിടെ ഒറ്റയ്ക്കാണ്. ആ സമയത്ത് അവർ അവരുടെ ചിന്തകളിലേക്ക്, ഓർമ്മകളിലേക്ക് പോകുന്നു. ആൻഡ് ഷീ തിങ്സ് ഓഫ് സുധീർ കുമാർ മിശ്ര ഹർ ലവർ. അവൾ ആ സമയത്ത് അവളുടെ കാമുകനായ സുധീർ കുമാർ മിശ്രയെ കുറിച്ച് ചിന്തിക്കുന്നു. ആൻഡ് ഹി വാസ് എ ടൂറിസ്റ്റ് ഹൂം ഷീ മെറ്റ് 9 years ago. ഒരു ടൂറിസ്റ്റായിട്ട് വന്ന, കുമയൂൺ ഹിൽസ് ആണെന്ന് നമ്മൾ പറഞ്ഞു, അവിടെ ഒരു ടൂറിസ്റ്റായിട്ട് വന്ന ആളാണ് സുധീർ കുമാർ മിശ്ര. 9 വർഷം മുൻപ് വന്നതാണ്. ആൻഡ് ഈവൻ ദോ their relation was brief, it was intense. വളരെ ചെറിയൊരു കുറച്ച് കാലഘട്ടത്തിൽ മാത്രമായിരുന്നു അവരുടെ, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളുള്ള പ്രണയമാണ്. പക്ഷേ അത് വളരെ ആഴത്തിലുള്ള ഒരു ബന്ധമായി മാറുന്നു. ആൻഡ് സുധീർ കുമാർ മിശ്ര പ്രോമിസ്ഡ് ഓഫ് ഹിസ് റിട്ടേൺ ബട്ട് ഹി നെവർ റോട്ട് ഓർ കോൾഡ് ഓർ റിട്ടേൺ ടു ഹർ. പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു, അയാൾ ഒരു ടൂറിസ്റ്റാണ്, കുമയൂൺ ഹിൽസ് കാണാൻ വന്ന ഒരു ടൂറിസ്റ്റാണ്, ഒരു സ്പെൻഡ്രിഫ്റ്റ് ആണ്. ആൻഡ് ഹി വാസ് എ വാണ്ടറർ, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന, ധാരാളം പൈസയൊക്കെ ചെലവാക്കുന്ന അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് സുധീർ കുമാർ മിശ്ര. അദ്ദേഹം
വിമല ദേവിയുമായിട്ടൊരു ഇൻറ്റൻസ് റിലേഷൻ, ഡീപ്പ് റിലേഷൻ ഉണ്ടാകുന്നു. അതിനുശേഷം അവളോട് പ്രോമിസ് ചെയ്യുന്നു, ഞാൻ പോയിട്ട് തീർച്ചയായിട്ടും വരും എന്ന ഒരു ഉറപ്പ് മേൽ അയാൾ പോകുന്നു. പക്ഷേ പോയതിനു ശേഷം അവളെ വിളിക്കുകയോ അല്ലെങ്കിൽ അവൾക്ക് കത്ത് എഴുതുകയോ കാണാൻ വരികയോ ഒന്നും ചെയ്തിട്ടില്ല. അയാൾ പോയതിനു ശേഷം അയാളെക്കുറിച്ച് യാതൊരു അഡ്രസ്സും ഇല്ല. ആൻഡ് ബുദ്ധു അനദർ ക്യാരക്ടർ ഇസ് എ ബോട്ട്മാൻ. നമ്മൾ പറഞ്ഞു മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ബുദ്ധു എന്ന ബോട്ട്മാൻ, കടത്തുകാരനാണ്. ആൻഡ് ഹി ഹെൽപ്സ് വിമല ടു ഗെറ്റ് ഇൻ ടു ഹെർ ഫേവറേറ്റ് ബോട്ട് മെയ്ഫ്ലവർ. വിമലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബോട്ടാണ് മെയ്ഫ്ലവർ. ആ ബോട്ടിൽ കയറാൻ അവളെ സഹായിക്കുന്നത് ഈ ബുദ്ധുവാണ്. ആൻഡ് ഹിസ് ഫാദർ ഇസ് എ വൈറ്റ് മാൻ ഹു വിസിറ്റഡ് കുമയൂൺ ഹിൽസ് ഓർ ഹിൽ സ്റ്റേഷൻ എ ഡെക്കേഡ് അഗോ. 2 decades ago, അതായത് 20 വർഷം മുൻപ് അവിടെ എത്തിച്ചേർന്ന ഒരു വെള്ളക്കാരനാണ് ഈ ബുദ്ധുവിൻ്റെ അച്ഛൻ. അതായത് ഈ കുമയൂൺ ഹിൽ സ്റ്റേഷനിൽ എത്തിച്ചേർന്ന ഒരു വെള്ളക്കാരനാണ് നമ്മുടെ ബുദ്ധുവിൻ്റെ പിതാവ്. ആൻഡ് ഹി ബിലീവ്സ് ദാറ്റ് ഹിസ് ഫാദർ വിൽ കം ബാക്ക് വൺ ഡേ. വിമലാദേവിയെ പോലെ തന്നെ, സുധീർ കുമാർ മിശ്രയെ കാത്തിരിക്കുന്ന വിമലാദേവിയെ പോലെ തന്നെ ബുദ്ധുവും കാത്തിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു ദിവസം തൻ്റെ അച്ഛൻ തിരിച്ചു വരും, തന്നെ കാണാൻ തിരിച്ചു വരും എന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന ബുദ്ധു. ആൻഡ് ദി തേർഡ് ക്യാരക്ടർ ഇസ് എ സിഖ് ജെന്റിൽമാൻ റെഫേർഡ് ആസ് സർദാർജി. ഇനി മൂന്നാമത്തെ കഥാപാത്രം ഒരു സിഖുകാരനാണ്, സർദാർജി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. വിമല വാസ് റിപ്പൽഡ് ബൈ ഹിസ് അപ്പിയറൻസ് ഇൻ ദ ബിഗിനിങ്, ബട്ട് ലേറ്റർ ദേ ബിക്കം ഗുഡ് കമ്പാനിയൻസ്. ഈ സർദാർജിയുടെ ആ ഒരു വേഷവും രൂപവും ഒക്കെ കണ്ടിട്ട് വിമലയ്ക്ക് ആദ്യം അയാളെ ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ പിന്നീട് അവർ നല്ല സുഹൃത്തുക്കളായി മാറുന്നു. ആൻഡ് ദേ വർക്ക് ടുഗദർ, ടോക്ക് ആൻഡ് ഷെയർ ബുക്സ് ടുഗദർ. അവർ ഒരുമിച്ച് ആ കുമയൂൺ ഹിൽസിൽ യാത്ര ചെയ്യുന്നു. അതായത് അവരുടെ ആ ഒഴിവ് സമയങ്ങൾ, വൈകുന്നേരങ്ങളിലൊക്കെ അവർ യാത്ര ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പരസ്പരം സംസാരിക്കുന്നു, അവരുടേതായിട്ടുള്ള അനുഭവങ്ങളൊക്കെ വിവരിക്കുന്നു. അതേപോലെ തന്നെ വിമല നല്ല വായനക്കാരിയാണ്. അവർ ബുക്സ് സർദാർജിക്ക് ഷെയർ ചെയ്യുന്നു. അങ്ങനെ ഒരു നല്ല ചങ്ങാതിമാരായി വിമലയും സർദാർജിയും മാറുന്നു. ആൻഡ് സർദാർജി upholds that he is dying from lung cancer and has only a few months left to live. അങ്ങനെയുള്ള സംസാരങ്ങളുടെ ഇടയിൽ സർദാർജി വിമലയോട് പറയുന്നു, താൻ ഒരു രോഗിയാണ്, ലങ് ക്യാൻസർ ബാധിച്ച ഒരു രോഗിയാണ്, താൻ ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ തനിക്കുള്ളൂ എന്ന സത്യം വിവരിക്കുന്നു. ആൻഡ് യെറ്റ് ഹി റിമൈൻസ് കൈൻഡ് ആൻഡ് ഹാപ്പി. അങ്ങനെ വളരെ കുറച്ച് ദിവസങ്ങളെ ഉള്ളൂ എന്നറിയുന്ന സർദാർജി അങ്ങനെയുള്ള കാര്യം അറിഞ്ഞിട്ട് പോലും അയാൾ വളരെ ഹാപ്പിയാണ്, അതേപോലെ തന്നെ വളരെയധികം സന്തോഷത്തിൽ കാണുന്നു. ആൻഡ് ഹി ഈസ് വെരി ഗ്രാറ്റിറ്റ്യൂഡ്, വളരെ നന്ദിയുള്ള, അതായത് ഇത്രയും കാലം ജീവിക്കാൻ പറ്റിയല്ലോ എന്ന ആ ഒരു നന്ദി ഉള്ള ഒരു വ്യക്തിയായിട്ട് സർദാർജിയെ കാണുന്നു. അതായത് വിമല ആയിക്കോട്ടെ, ബുദ്ധു ആയിക്കോട്ടെ, അവരൊക്കെ ഇനി ഇങ്ങനെ എത്ര കാലം ജീവിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ പ്രതീക്ഷയോടുകൂടി സുധീർ കുമാർ മിശ്രയെ കാത്തിരിക്കുന്ന വിമലാദേവി, അതേപോലെ തന്നെ തൻ്റെ പിതാവായ വെള്ളക്കാരനെ കാത്തിരിക്കുന്ന ബുദ്ധു, അവരൊക്കെ കാത്തിരിപ്പാണ്. അവരുടെ കാത്തിരിപ്പിൽ ഒരു ആകാംക്ഷയും ടെൻഷനും ആങ്സൈറ്റിയും ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതേസമയം നമ്മുടെ സർദാർജിയുടെ കാത്തിരിപ്പ്, അദ്ദേഹം മരണത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ആൻഡ് ഹി ലിവ്സ് ഇൻ റിയാലിറ്റി, യാഥാർത്ഥ്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ആൻഡ് ഹിസ് കാം മൈൻഡ് ഈസ് റിയലി എ കോൺട്രാസ്റ്റ് ടു ദ ഇന്നർ ടർമോയിൽ ഓഫ് വിമല ആൻഡ് ബുദ്ധു. അദ്ദേഹത്തിൻ്റെ ആ ഒരു മാനസികാവസ്ഥ, ആ വളരെ കാമായിട്ടുള്ള, ചിയർഫുൾ ആയിട്ടുള്ള, സന്തോഷം കാണുന്ന അല്ലെങ്കിൽ സന്തോഷത്തിൽ ജീവിക്കുന്ന സർദാർജിയെ നമുക്ക് ഈ വിമലയുമായിട്ടും അതേപോലെ തന്നെ ബുദ്ധുവുമായിട്ടും കമ്പയർ ചെയ്യാം. അവരുടെ മാനസികാവസ്ഥയും സർദാർജിയുടെ മാനസികാവസ്ഥയും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്, അല്ലെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ആൻഡ് വിമല ഓൾസോ തിങ്സ് ഓഫ് ഹെർ ഫാമിലി. ഈ സമയത്ത് വിമല തൻ്റെ ഫാമിലിയെ കുറിച്ച് ചിന്തിക്കുന്നു. ആൻഡ് ഹെർ ഫാദർ ഈസ് ഇമോഷണലി ഡിറ്റാച്ച്ഡ് ഫ്രം ദം. അച്ഛൻ്റെ അവസ്ഥ, ആരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരച്ഛൻ, അതായത് കുടുംബവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആൻഡ് ഹെർ മദർ ഈസ് കീപ്പിംഗ് റിലേഷൻ വിത്ത് മിസ്റ്റർ ഗോമസ്. അച്ഛൻ ഇങ്ങനെ കുടുംബവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് മറ്റൊരു ബന്ധമുണ്ട്, മിസ്റ്റർ ഗോമസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് അമ്മയ്ക്ക് ബന്ധമാണ്. ആൻഡ് ഹെർ സിസ്റ്റർ ഈസ് ഓൾസോ വെരി നോട്ടി ആൻഡ് ഹെർ സിബ്ലിങ്സ് ആർ റെബല്യസ്. സഹോദരന്മാർ അല്ലെങ്കിൽ സഹോദരങ്ങൾ വളരെ റെബല്യസ് ആണ്. അവരും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ബന്ധങ്ങളിലൊക്കെ ഉൾപ്പെട്ട ആളുകളാണ്. ആൻഡ് ഷീ ഈസ് റിയലി ഡിസ്കണക്റ്റഡ് ഫ്രം ഹെർ റൂട്ട്സ്.
അങ്ങനെ കുടുംബവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വിമല, അവൾ അതേക്കുറിച്ച് ചിന്തിക്കുന്നു. ആൻഡ് അറ്റ് ദാറ്റ് ടൈം or at the time of her father's death, she reached at home but soon returns to the boarding school. അങ്ങനെ ഈ വീടുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഈ അച്ഛൻ മരിക്കുന്നു. അച്ഛൻ്റെ മരണശേഷം നാട്ടിലെത്തുന്ന വിമല പെട്ടെന്ന് തന്നെ ബോർഡിംഗ് സ്കൂളിലേക്ക്, കുമയൂൺ ഹിൽസിലേക്ക് തിരിച്ചു വരുന്നു. ആൻഡ് അവിടെയൊക്കെ നമുക്ക് ആ ഒരു ബന്ധത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ കഴിയും. അതായത് ആ ഒരു ബന്ധം എത്രത്തോളം ഉണ്ടായിരുന്നു, അച്ഛനും മകളും തമ്മിലുള്ള ആ ബന്ധത്തിന്റെ തീവ്രതയാണ് അവിടെ നമുക്ക് മനസ്സിലാകുന്നത്. അതായത് അച്ഛൻ്റെ മരണശേഷം വേഗം തന്നെ സ്കൂളിലേക്ക് തിരിച്ചു വരുന്നു എന്ന് പറയുന്ന സമയത്ത് അത്രമാത്രം ബന്ധമാണ് അവിടെ ഉണ്ടായിരുന്നത്. വളരെ ഡീപ്പ് അല്ലാത്തൊരു ബന്ധമായിരുന്നു അവിടെ ഉണ്ടായിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് സർദാർജി ബിഡ്സ് farewell to Vimala and tells her that he has only a few months left as per his guardian. ഈ സമയത്ത് സർദാർജി വിമലയോട് പറയുന്നു, എൻ്റെ രക്ഷിതാവിൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് വളരെ കുറച്ച് മാസങ്ങളെ ഇവിടെ ഉള്ളൂ എന്ന് പറയുന്നു. അതായത് പിന്നീടാണ് അദ്ദേഹം ആ ഒരു ലങ് ക്യാൻസറിനെ കുറിച്ചൊക്കെ പിന്നീടാണ് അറിയുന്നത്. അതായത് തൻ്റെ ഗാർഡിയൻ പറയുന്നു ഇനി കുറച്ച് മാസങ്ങളെ ഇവിടെ ഉള്ളൂ, ഇവിടെ നിന്ന് പോകണമെന്ന് പറയുന്നു. അദ്ദേഹം ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നതെന്ന്, അതായത് ഈ ഭൂമി വിട്ടു പോകണം, മരണം സ്വീകരിക്കാൻ അത്ര മാത്രമേ സമയമുള്ളൂ എന്ന കാര്യമാണ് പറയുന്നത്. ആൻഡ് വിമല ആസ് അബൌട്ട് ഇറ്റ് ടു ദ വാച്ച്മാൻ അമർ സിംഗ്. വാച്ച്മാനായ അമർ സിംഗിനോട് ഈ കാര്യങ്ങൾ ചോദിക്കുന്നത്. അതായത് ആരാണ് നമ്മുടെ സർദാർജിയുടെ ഗാർഡിയൻ, കുറച്ച് മാസങ്ങളെ ഇനി ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ, അത് ആരാണെന്ന് ചോദിക്കുന്ന സമയത്ത് അമർ സിംഗ് റിവീൽസ് ദാറ്റ് സർദാർജി ഹാസ് നോ സച്ച് എ ഗാർഡിയൻ അറ്റ് ഓൾ. അമർ സിംഗ് പറയുന്നു അയാൾക്ക് അങ്ങനെ ഒരു ഗാർഡിയൻ ഒന്നും ഇല്ല, അയാൾ ഇവിടെ വന്നതാണ്, അയാൾക്ക് അങ്ങനെ ഒരു ഗാർഡിയൻ ഒന്നും ഇല്ല. അത് മാത്രമല്ല ലങ് ക്യാൻസർ ബാധിച്ച വ്യക്തിയാണ്. ഡോക്ടർമാർ മരണം വിധിച്ച ഏകദേശം വളരെ ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ മരിക്കുമെന്ന് വിധിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് സർദാർജി എന്ന് അമർ സിംഗ് വെളിപ്പെടുത്തുന്നു. ടു വിമല ആൻഡ് ബുദ്ധു ആൻറ്റിസിപ്പേഷൻ ഈസ് നോട്ട് എ റിയാലിറ്റി. വിമലയുടെയും ബുദ്ധുവിൻ്റെയും ജീവിതത്തിൽ ഈ കാത്തിരിപ്പ് എന്നത് ഒരു യാഥാർത്ഥ്യമല്ല, അത് യാതൊരു ഉറപ്പുമില്ലാത്ത ഒന്നാണ്. അല്ലെങ്കിൽ ഒരു ഇമാജിനറി ലോകത്താണ് അവർ, ഒരു ഉറപ്പുമില്ലാത്ത ഒരു കാത്തിരിപ്പാണ്. പക്ഷേ ടു സർദാർജി ഇറ്റ് ഈസ് എ റിയാലിറ്റി ആൻഡ് ഹി ഈസ് റെഡി ടു ലിവ് ഇൻ ദ പ്രസൻറ്റ്. അതേസമയം സർദാർജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കാത്തിരിപ്പ് യഥാർത്ഥമാണ്. അതായത് മരണം എന്ന ആ മരണത്തെ സ്വീകരിക്കാനുള്ള കാത്തിരിപ്പ് അതൊരു യാഥാർത്ഥ്യമാണ്. അത് മാത്രമല്ല, ആ ഒരു മരണം ഏതു നിമിഷവും വരാം, അല്ലെങ്കിൽ തൻ്റെ നാളുകൾ എണ്ണപ്പെട്ടതാണ് എന്നറിയുന്ന സർദാർജി ഓരോ നിമിഷവും അയാൾ ജീവിക്കുകയാണ് ചെയ്യുന്നത്. ലിവ് ഇൻ ദ പ്രസന്റ് ആണ്. ആൻഡ് സോ ഇറ്റ് ബ്രിങ്സ് പീസ് ആൻഡ് ജോയ് ടു ഹിം ഈവൻ ഇൻ ദ ബ്രിം ഓഫ് ഡെത്ത്. അതുകൊണ്ട് തന്നെ മരണത്തിൻ്റെ വക്കത്താണ് അദ്ദേഹം ഉള്ളത് എങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നു. അതേസമയം വിമലയും ബുദ്ധുവും ഏത് നിമിഷമാണ് മരിക്കുന്നതെന്ന് അറിയില്ല. കാരണം അവരുടെ നാളുകൾ എണ്ണപ്പെട്ടതായിട്ട് കണക്കാക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ജീവിതം ഒരു അനന്തതയാണ്. അതേപോലെ കാത്തിരിപ്പും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അനന്തമായ കാത്തിരിപ്പാണ്. അതേസമയം സർദാർജിയുടെ ജീവിതത്തിൽ നാളുകൾ എണ്ണപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഓരോ ദിവസവും അതിൻ്റെ മൂല്യം അറിഞ്ഞാണ് ജീവിക്കുന്നത്. ഇവിടെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് എന്താണ് മിസ്റ്റ് എന്നുള്ളത്. മിസ്റ്റ് എന്ന ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ചോദിക്കാം. മഞ്ഞു പോലെ ഉരുകിത്തീരുന്ന ജീവിതമാണ് ഇവിടെ പറയുന്നത്. അതായത് ഓരോ നിമിഷവും ജീവിതം ഉരുകിത്തീരുന്നത് നമ്മൾ അറിയുന്നില്ല. ആ ഒരു പശ്ചാത്തലമാണ്, അല്ലെങ്കിൽ അതാണ് അതിൻ്റെ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ്. പിന്നീട് ചോദിക്കാവുന്നത് ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് വിമല അല്ലെങ്കിൽ ബുദ്ധു അല്ലെങ്കിൽ അതേപോലെ തന്നെ സർദാർജി. പിന്നീട് ദ ലൈഫ് ഓഫ് സർദാർജി ഇസ് എ കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ ഇസ് എ സിംബോളിക് റെപ്രസെൻറ്റേഷൻ അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ദ ലൈഫ് ഓഫ് സർദാർജി ഇസ് എ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദ ലൈഫ് ഓഫ് വിമല ഓർ ബുദ്ധു. ബുദ്ധുവിൻ്റെ ജീവിതവുമായിട്ടും അല്ലെങ്കിൽ വിമലയുടെ ജീവിതവുമായിട്ടും കമ്പയർ ചെയ്യാം. അല്ലെങ്കിൽ അതിൻ്റെ വിപരീതമാണ് ഈ സർദാർജിയുടെ ജീവിതം, അതിനെക്കുറിച്ച് വിവരിക്കാൻ പറഞ്ഞിട്ട് ചോദിക്കാം. These are the main points. Hope you enjoyed it. Thank you.